ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് പുതിയൊരു ജോബിലേക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പം ഇന്നൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരോടും സംസാരിച്ചിരുന്ന് നമ്മൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയതിൻ്റെ സന്തോഷമൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ചെറുതായിട്ട് ഒരു കസാരകളി കളിച്ചതാണ്. പിന്നെ ടിൻഡു എനിക്കൊരു സൊവനീർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈജിപ്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുള്ള ഒരു ചെറിയ പിരമിഡിൻ്റെ സൊവനീർ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇന്നത്തെ മെനു ബിരിയാണിയാണ്. ബിരിയാണി വെക്കാൻ പോകുന്നത് ഡിൻസോയും ടിൻഡുവും കൂടിയാണ്. അതിൻ്റെ ബഹളമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇബിയാ എന്താണ് പറയാനുള്ളത്? ആരായിട്ടത്? അതെ, അതാണ്. ചിക്കനുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ ചിക്കൻ ഇതിനകത്ത് ആ സാധനം ഇപ്പൊ ഞാൻ നേരത്തെ കണ്ടതില്ലേ, അത് വെച്ച് മൂടി വെക്കും. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ തുത്തുങ്കാവന്റെയാ, തുത്തുങ്കാവന്റെ അല്ല, റാംസീസ് എന്താ 4 എന്ന് നമ്മൾ കണ്ടില്ലേ. അരുൺ ഈജിപ്തിലുള്ള പിരമിഡിനെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് ഫോട്ടോസും വീഡിയോസും അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഗൈഡഡ് ടൂറാണ് ഇപ്രാവശ്യം അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ നല്ലൊരു ടൂറായിരുന്നു എന്ന് അവർ പറഞ്ഞത്. ഏറ്റവും പഴക്കമുള്ള പിരമിഡ്സും അതിനോട് ചേർന്നിട്ടുള്ള മിസ്റ്ററീസ്, അതുപോലെ അതിലുണ്ടായിരുന്ന ട്രഷേഴ്സിനെ കുറിച്ച്, പിന്നെ നൈൽ നദിയിലൂടെയുള്ള ഒരു ക്രൂയിസ് യാത്ര, അതുപോലെ മറ്റ് ഐക്കോണിക് ലാൻഡ്മാർക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കാണാനും പിന്നെ അതിനെക്കുറിച്ച് അറിയാനൊക്കെ സാധിച്ചു. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫോട്ടോസിലൂടെയും വീഡിയോസിലൂടെയും ഞങ്ങളൊരു ഈജിപ്റ്റ് പോയി വന്ന പോലത്തെ ഒരു അനുഭവം തന്നെ കിട്ടിയിട്ടുണ്ട്. ഹായ് ടിൻഡു, എന്തായി കുക്കിംഗ്? ന്യൂസ് ചാനലിൽ കാണാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുവാണ്. ഞാൻ ചിക്കൻ ബിരിയാണിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട്. അരി കഴിക്കാൻ വെച്ചിട്ടുണ്ട്. Sorry, a few more minutes. Okay. കുക്കിങ്ങിനിടയിൽ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് അച്ചാച്ചന് ഇവിടെ ഒരു സെറ്റ് ഓഫ് ഗെയിംസ് മേടിച്ചിട്ടുണ്ട്. ഇതൊരു വുഡൻ സെറ്റാണ്. ഇതിൽ ചെസ്, ലൂഡോ, മൺകാല, സ്നേക്ക് ആൻഡ് ലാഡർ, അതുപോലെ ചൈനീസ് ചെക്സ്, അങ്ങനെ 4ൽ കൂടുതൽ ഗെയിംസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ആക്സസറി സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഇതിൻ്റെ അകത്തുണ്ട്. ഈ ചെസ് ബോർഡൊക്കെ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് മെമ്മറി ആട്ടോ. പണ്ട് ഞാൻ എൻ്റെ ചാച്ചൻ്റെയും എൻ്റെ ആങ്ങളയുടെയും കൂടെയൊക്കെ ചെസ്സൊക്കെ കളിച്ചുകൊണ്ടിരുന്നതൊക്കെ ഞാൻ ഇത് കണ്ടപ്പോൾ ഓർക്കുക മാത്രമല്ല, ചെറുതായിട്ടൊരു സങ്കടവും വന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ചെസ്സൊക്കെ മാറ്റി വെച്ച് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നു, ഞാൻ ഇങ്ങോട്ട് കയറുന്നു. കളിയൊക്കെ ആരുണ്ട് ഇത്? 1 2 3 ഒന്നൂടെ നേരെ മറ്റേ അതൊക്കെ ഇവിടെ നേരെയാണ്. 12 അമിന്റെ 14 താഴോട്ട് പോണം. ഇനി ഇറങ്ങി താഴെ അരുൺ ജയിച്ചു. അങ്ങനെ ഫസ്റ്റ് പ്ലേസ് അരുണും സെക്കൻഡ് പ്ലേസ് എനിക്കും തേർഡ് പ്ലേസ് അച്ചാച്ചനുമായിട്ട് നേടിയിരിക്കുവാണ്. അങ്ങനെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഫുഡും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഡിൻസോ സാറിന്റെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുള്ള നല്ല ചൂട് വറക്കുന്ന സ്വാദിഷ്ടമായ ബിരിയാണിയും അതിനോടുകൂടെ സാലഡും പിന്നെ ഒരു അച്ചാറും ഒരു പപ്പടവും. എന്ത് രുചിയായിരുന്നെന്നറിയോ കഴിക്കാൻ.
നമുക്ക് അഭിപ്രായം കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. നല്ല ബിരിയാണിയാണ്. അതുല്യ, എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പർ സൂപ്പർ, ഞാനും സൂപ്പർ. പിന്നെ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടെ കഴിച്ച് ഇന്നത്തെ ഗെറ്റ് ടുഗദർ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.